നിങ്ങളുടെ ക്ലബിന്റെ പേരെന്ന് പറയും? എന്റെ ഗ്രാമം കോടിശ്ശേരി. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഹലോ, അങ്കമാലി വഴി പോയപ്പോ കണ്ടതാണ് കോടിശ്ശേരി എന്ന് പറഞ്ഞ പുളിയനത്ത് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെയാണ് ഇവരെല്ലാവരും അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണേ. ഇതെന്താ സംഭവം നിങ്ങളൊന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ക്ലബിന്റെ പേരെന്ന് പറയും? എന്റെ ഗ്രാമം കോടിശ്ശേരി. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങള് ഈ കോടിശ്ശേരി ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരും രക്ഷകർത്താക്കളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്. കോടിശ്ശേരിയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, പിന്നെ മിറർ വെച്ചിട്ടുണ്ട്, സോളാർ ലാമ്പ് വെച്ചിട്ടുണ്ട്. അടുത്തായി ഞങ്ങളിവിടെ ഒരു ഷട്ടിൽ കോർട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഓപ്പൺ ജിമ്മും ഞങ്ങളുടെ പ്ലാനിലുണ്ട്. അതുപോലെ അടുത്ത ക്രിസ്മസിന് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഊപ്പടിക്കുളത്തിൽ ഒരു നക്ഷത്ര തടാകം പോലെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതി കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കോടിശ്ശേരി കരയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരും ഉണ്ട്, ഈ നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്, പഞ്ചായത്തും എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? അതെ. പേരെന്താ? എന്റെ പേര് ഡാനിയൽ എന്നാണ്. ഡാനിയൽ എന്താ ചെയ്യണേ? ഞാനിപ്പോ നമ്മളിവിടെ ഒരു ക്ലബ് ഉണ്ട്, വെർട്ടെക്സ് ആണ് നമ്മുടെ ക്ലബിന്റെ പേര്. അപ്പോൾ ഞാൻ ക്ലബിന്റെ സെക്രട്ടറി ആണ്. ഇത് നമ്മുടെ ക്ലബിലുള്ള മെമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, വികസന പരിപാടികൾ ചെയ്യാവുന്ന ഒരു മൈൻഡോടുകൂടിയാണ് നമ്മളൊരു ടൂർണമെന്റ് ഒക്കെ നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാവരും കൂടി നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി എൻ്റെ ഗ്രാമം കോടിശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു കമ്മിറ്റി പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്കും പിള്ളേർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റൊക്കെ സ്പോൺസർ ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ പരിമിതികളൊന്നും. അതായത് കേരളത്തിൽ കാണുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഡ്രഗ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ നാട്ടില്? നമ്മുടെ ഇവിടെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒപ്പം ചേട്ടന്മാരും നമ്മുടെ നാട്ടുകാരും എല്ലാവരും നിന്നിട്ട് നമ്മൾ കുറെയൊക്കെ അതിനെ ഒരു പരിമിതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പോ ഇല്ല. ഹലോ, ഈ നാട്ടുകാരനാണോ? അതെ, ഈ നാട്ടുകാരൻ തന്നെ. നാടിന്റെ പേരെന്ന് പറയും? ഈ നാടിന്റെ പേര് കോടിശ്ശേരി എന്ന് പറയും. കോടിശ്ശേരി ഗ്രാമമാണത്. ഇങ്ങനെ എന്താ സ്വാതന്ത്ര്യം ആഘോഷിക്കാനായിട്ട്? ഇതിങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, നല്ല രീതിയിൽ എല്ലാത്തിനും ഇൻവോൾവഡ് ആയിട്ട് നിൽക്കുന്ന പിള്ളേര്. അവരുടെ ആഗ്രഹം ഇങ്ങനെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിൽ ജാതി മത വർഗ ചിന്ത രാഷ്ട്രീയ അതൊന്നുമില്ല. ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിന് മുൻപന്തിയിൽ നിന്ന കുറെ കൊച്ചുകളുണ്ട്, കുറെ പിള്ളേര്. അവർക്ക് പ്രത്യേകം നന്ദി പറയാണ് ഈ കാര്യത്തിനകത്ത്. ഈ കോടിശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിങ്ങളെ കൂട്ടായ്മ എന്തെങ്കിലും ഡ്രഗ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവിടെ? അങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വന്നതോടുകൂടി ഇപ്പൊ ഇവിടെ മിറർ വെച്ചു, ക്യാമറ വെച്ചു. ഇതെല്ലാം ഈ കൂട്ടായ്മയുടെ പരിശ്രമമാണത്. ഈ പരിശ്രമം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര നടന്നാൽ ഇപ്പൊ ഭയങ്കര പേടിയാ. ഇപ്പൊ ഈ വഴിക്ക് വരാനായിട്ട് ഈ കള്ളന്മാർക്ക് ഈ പറഞ്ഞവർക്കൊക്കെ വരാൻ ഭയങ്കര പേടിയാ. കാരണം ഞങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്, മിററും വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ അപകടങ്ങളും കുറഞ്ഞിട്ടുണ്ട്, കള്ളുടിമാരുടെ ഇതും കുറഞ്ഞിട്ടുണ്ട്, ലഹരി വസ്തുക്കളും കുറഞ്ഞിട്ടുണ്ട്. അതെ, പ്രായഭേദമന്യാണ്, ജാതി മതഭേദമന്യാണ്. അതെ, ഞങ്ങൾക്ക് ഇതില് പ്രായമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല. നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശം. ഇപ്പൊ ആദ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്, 80ാമത്തെ. അടുത്തത് ഞങ്ങൾ മരിച്ചു പോയാലും ഞങ്ങളുടെ പൂർവികരായിട്ട് കുറെ കൊച്ചങ്ങളുണ്ട്, അവരെല്ലാം കൊണ്ടുപോകും. ഏറ്റവും പ്രായമായവർക്കാണ് ആദരിച്ചത്. ഏറ്റവും പ്രായം കൂടിയ 70 വയസ്സായ ആൾക്കാരാണ് ഇപ്പൊ ആദരിച്ചത്. ഇപ്പൊ എനിക്ക് 65 കൊല്ലം ആകുമ്പോൾ നമ്മളുണ്ടോന്ന് അറിയില്ല. അപ്പോൾ നമുക്കും കിട്ടും, അത് ഉറപ്പ്, ഗ്യാരണ്ടി. എന്തായിരുന്നു ഇവിടെ പ്രോഗ്രാം എന്ന് പറയും? നമ്മളിവിടെ എൻ്റെ ഗ്രാമം കോടിശ്ശേരി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ മറ്റൊരു സംഘടനപരമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു വികസനമാണ് നമ്മുടെ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെയുള്ള ആൾക്കാരോട് സഹകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും നമ്മളായിട്ട് സഹകരിച്ചു. അപ്പോൾ അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലാത്ത കാര്യങ്ങളായാലും എല്ലാത്തിനും അവർ മുൻപന്തിൽ നിന്നിട്ട് അവർ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ തീരുമാനിക്കാനുണ്ടായത്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു മോട്ടീവ് കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊരു രാഷ്ട്രീയപരമായിട്ടാണ് മനസ്സിലായി ഓൾറെഡി പറഞ്ഞത്. പഞ്ചായത്താണോ അതോ നിങ്ങൾ ക്ലബ്ബാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലബ്ബോ പഞ്ചായത്തോ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഇവിടുത്തെ ഈ കാണുന്ന കുടുംബങ്ങളിൽ ഇവിടുള്ള കുടുംബങ്ങൾ എല്ലാവരും കൂട്ടായ്മ ആർക്കും വരാം, എങ്ങനെയും വരാം, ഇവിടെ ഇരിക്കാം. സ്വാതന്ത്ര്യദിനം ഇങ്ങനെ മുതിർന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ആഘോഷിക്കാൻ തോന്നാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു നല്ല ആശയം നമ്മളിതിനൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ക്യാമറ വെക്കുന്ന ഭാഗമായിട്ടും മിറർ വെക്കുന്നതായിട്ടും പാലത്തിൻ്റെ കുറച്ച് പരിപാടികളായിട്ടും നമ്മളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എല്ലാ വികസനങ്ങളും ചെയ്തു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ആരംഭം കുറച്ചും കൂടി നല്ലൊരു ഭംഗിയായിട്ട് നടത്തിക്കൂടാ
എന്നൊരു ആശയം നമ്മൾ ആലോചിച്ചു. അപ്പൊ നമുക്ക് ആലോചിച്ചപ്പോൾ സ്വാതന്ത്ര്യദിനം വരാൻ പോവാണല്ലോ, അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ. പേര്? എന്റെ പേര് വിഷ്ണു എന്നാണ് പേര്. ഓക്കെ, താങ്ക് യു. ഇതിന് സംഘാടകർക്ക് അവർ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നവരാണ്. നമ്മളെ ഈ കൊച്ചു ഗ്രാമത്തിൽ, ഇത് കൊച്ചു ഗ്രാമമല്ല, വലിയ ഗ്രാമം തന്നെയാണ്. ഇവിടെ ഇന്ന് സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ നമ്മളുടെ സമൂഹത്തിലെ സ്വാർത്ഥതയും മറ്റ് ദൂഷ്യവശങ്ങളും ഈ സമ്പത്തിനോ സമൃദ്ധിക്കോ സമാന്തരമായി ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതൊരു നിസ്തർക്കമായ സംഗതിയാണ്. അടുത്തത് ചെറിയാൻ MB. ഹലോ, എത്ര വയസ്സുണ്ട്? പേരെന്താ? റോഷി. ഈ സ്ഥലത്തിന്റെ പേരൊന്ന് പറയാമോ? കോടുശ്ശേരി. കോടുശ്ശേരി, അതായത് അങ്കമാലി പുളിയനം. അങ്കമാലി പുളിയനത്തിനടുത്ത് കോടുശ്ശേരി വട്ടപ്പറമ്പ്. वतन मेरे वतन, ए वतन मेरे वतन। तुझ पे कोई गम की आँच आने नहीं दूं, तुझ पे कोई गम की आँच आने नहीं दूं। कुर्बान मेरी जान तुझ पे शाद रहे तू, कुर्बान मेरी जान तुझ पे शाद रहे तू। ए वतन मेरे वतन, ए वतन मेरे वतन, ए वतन वतन मेरे आबाद रहे तू। ए वतन वतन मेरे आबाद रहे तू। मैं जहाँ रहूँ जहाँ में याद रहे तू। ए वतन मेरे वतन, ए वतन मेरे वतन।